നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വാണിയംകുളത്ത് ക്രിമിനൽ സംഘത്തിന്റെ വികസനം നടത്താനാണ് CPIM-ന് കഴിഞ്ഞതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ. കൃത്യമായ രാഷ്ട്രീയ വിരോധം നിലനിർത്തി പ്രവർത്തിച്ച ഭരണസമിതിയായിരുന്നു വാണിയംകുളം പഞ്ചായത്ത് ഭരിച്ചതെന്ന ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ. MP VK ശ്രീകണ്ഠൻ നൽകിയ ഹൈമാസ് ലൈറ്റ് ഭാരിച്ച വൈദ്യുതി ബിൽ വരുമെന്ന് ആരോപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞതായും അതേ ഹൈമാസ് ലൈറ്റ് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിച്ച പ്രവർത്തനം തികച്ചും രാഷ്ട്രീയ വിരോധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാടിന്റെ ബഹുമാന്യനായ MP 5 ഹൈമാസ് ലൈറ്റുകൾ വാണിയംകുളത്തിന് അനുവദിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ ആ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ മുഴുവൻ 5 എണ്ണവും നടപ്പിലാക്കാൻ പഞ്ചായത്ത് തയ്യാറല്ല എന്ന് പറഞ്ഞ കലക്ടർക്ക് കത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സമീപനം രാഷ്ട്രീയ വിരോധമാണ്. അതേ ഹൈമാസ് ലൈറ്റ് MLA കൊണ്ടുവന്നപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് അവർ പറയുന്ന കാര്യം ഭാരിച്ച ചുമതലകൾ വരുന്നു, ഭാരിച്ച കറണ്ട് ബില്ല് വരും, MLA-യുടെ ഫണ്ടിന് ഭാരിച്ച കറണ്ട് തുക വരില്ലേ. റോഡ് വികസനം പഞ്ചായത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഉദ്ഘാടനമാവുമ്പോഴേക്കും കെട്ടിടത്തിന് കാലപ്പഴക്കം സംഭവിച്ചതായും അദ്ദേഹം ആരോപിച്ചു. മാന്നന്നൂർ ഉരുക്ക് തടയണയ്ക്ക് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്തില്ല എന്നും പ്രേംകുമാർ പറഞ്ഞു. റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിൻപന്തിയിലാണ് എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് പഴയ 3-ാം വാർഡിന്റെ ഭാഗമായിട്ടുള്ള ഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വാണിയംകുളം ചന്തയിൽ നിന്ന് പോകുന്ന റോഡ് രാഷ്ട്രീയ വിരോധത്തിൻ്റെ മുകളിലാണ്. അവിടെ അവർക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതിൻ്റെ ആ ഒരു വൈരാഗ്യത്തിന് വേണ്ടി ആ റോഡ് നാളിതുവരെ നേരെയാക്കാതെ കിടക്കുകയാണ്. 13 വർഷമാണ് കമ്മ്യൂണിറ്റി ഹാൾ പണിയാനെടുത്തത്. അപ്പോൾ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇന്നത് ഉദ്ഘാടനം കഴിഞ്ഞ 2 മാസം മുമ്പ് നടത്തുമ്പോൾ 13 വർഷത്തെ പണി കഴിഞ്ഞ കെട്ടിടം ഇപ്പോൾ അവസാനം പഞ്ചായത്ത് പണി തീർക്കുമ്പോൾ ഒരുപാട് കോൺട്രാക്ട് തുക കൂട്ടി അതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ആ കെട്ടിടം പോലും പഴകിയ കെട്ടിടമായി ഉദ്ഘാടന സമയമാകുമ്പോഴേക്കും കാലപ്പഴക്കം സംഭവിച്ചൊരു കെട്ടിടമാണ് അവർ ഉദ്ഘാടനം ചെയ്തത്. ഒരു ഉരുക്ക് തടയണുണ്ട് മാന്നന്നൂർ. നമ്മളെല്ലാവരും വളരെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തതാണ്. ചെറിയ 4-5 കോടിയുടെ ഒരു പ്രോജക്റ്റിൽ നിന്ന് തുടങ്ങി എല്ലാ വർഷവും പൊട്ടിപ്പൊളിഞ്ഞു പോവും, കോൺട്രാക്ടർക്ക് അധിക തുക നൽകും, വീണ്ടും പണിയെടുക്കും. ഒരു ശാശ്വതമായ പരിഹാരം ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയോ പഞ്ചായത്തിന്റെ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല. വാണിയംകുളത്ത് ഒരു ക്രിമിനൽ സംഘത്തെ രൂപീകരിക്കാനാണ് CPM-ന് സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വലിയൊരു വികസനം നടത്തി വാണിയംകുളത്ത്. ക്രിമിനൽ സംഘത്തെ വാണിയംകുളത്ത് രൂപീകരിച്ചു എന്നുള്ളതാണ്. വാണിയംകുളത്തെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് സമാധാനത്തോടുകൂടി വീട്ടിൽ അന്തി ഉറങ്ങണം. ജനങ്ങൾക്ക് തൻ്റെ മക്കളെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശാശ്വതമായി തിരിച്ചു വരണം, സുരക്ഷിതത്വം വേണം എന്നുള്ള ചിന്താഗതിയാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുക. നേരെ മറിച്ച് വാണിയംകുളത്ത് പുതിയൊരു ക്രിമിനൽ സംഘത്തെ രൂപീകരിച്ചു. വാണിയംകുളം ചന്തയിൽ ഒരു സൗകര്യവും സജ്ജീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടാവുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അംഗൻവാടി നിയമനത്തിലടക്കം അഴിമതിയാണ് ഭരണസമിതി നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചന്ത നവീകരണം പറഞ്ഞു. ചന്ത നവീകരണം എവിടെ എത്തി? ചന്ത ഇന്നും വാണിയംകുളം ചന്തയിൽ വരുന്നവർക്ക് സ്ഥിരമായി താമസിക്കുവാനോ, അവർക്ക് വളരെ പ്രശസ്തമായൊരു ചന്തയാണ്. ആ ചന്തയിൽ അതിന് തലേ ദിവസം വരുന്നവർക്ക് താമസിക്കുവാനോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്കുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ചന്തയിലുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കും. 5 വർഷമായി പരിഹരിക്കാത്തത് ഇനിയും പരിഹരിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറയും. ഇന്നത്തേക്ക് പരിഹരിക്കാനത് അംഗനവാടി ഹെൽപ്പർമാരെ നിയമിച്ചു. അംഗനവാടി ഹെൽപ്പർമാരെ നിയമിച്ചതിൽ വ്യാപക അഴിമതി. സ്വന്തം ആൾക്കാരെ കയറ്റിയിട്ട് സ്വന്തം ആൾക്കാരെ അതിലേക്ക് നിയമിച്ച് അത് കോടതിയിലെത്തിച്ചു. BJP പ്രതിപക്ഷത്തിലിരുന്നു കൊണ്ട് ഭരണസമിതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല എന്നും CPM BJP കൂട്ടുകെട്ട സജീവമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അവർക്ക് ബാങ്കിനെതിരെ പ്രതിഷേധമില്ല, പഞ്ചായത്തിനെതിരെ ഇല്ല. ഇപ്പോൾ ഈ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് പ്രത്യക്ഷമായി സംസ്ഥാനത്ത് അതേപോലെ തന്നെയാണ്. BJP-യും CPM-ഉം അതിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലും മറ്റുള്ള മാധ്യമങ്ങളിലും ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ BJP-യും CPM-ഉം എങ്ങനെയാണ്? അത് തന്നെയാണല്ലോ പഞ്ചായത്തിലും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മറ്റൊരു ഇവർ രണ്ടും ഒരുമിച്ചിട്ടാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലേ എന്നും ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് പരമാവധി സീറ്റ് പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നും പ്രേംകുമാർ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ അവർ സമ്പൂർണ്ണ ശുദ്ധജലം പ്രഖ്യാപിക്കാൻ പോവാന്ന് പറഞ്ഞു. സമ്പൂർണ്ണ അല്ലാതെ പല പ്രദേശത്തും വണ്ടികളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് വേനൽക്കാലത്ത്.
അപ്പോൾ കോൺഗ്രസ് പ്രത്യക്ഷമായി ഞങ്ങൾക്ക് മെമ്പർമാരില്ലാത്തത് കൊണ്ടും ചില മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും പിന്നിൽ നിന്ന കോൺഗ്രസ് വളരെ സജീവമായി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരികയും ഞങ്ങൾ പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെ